നമുക്ക് കുറച്ച് മിമിക്രി കാണാം. മിമിക്രിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ അനുകരിക്കാറുള്ളത് സിനിമാ താരങ്ങളെയാണ്. ആ താരങ്ങളുടെ ശബ്ദമാണ് ഏറ്റവും കൂടുതൽ അനുകരിച്ചിട്ടുള്ളത്. അതിലൊരുപാട് സംഭവങ്ങൾ, വ്യത്യസ്തമായ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ സഹകരണം പ്രോത്സാഹനം കൊണ്ട് വിജയിപ്പിച്ചിട്ടുമുണ്ട്. ഇപ്രാവശ്യവും ചെയ്യാൻ പോകുന്ന അങ്ങനെ തരുണമാണ്. ഇപ്പോൾ മോർഫിംഗ് എന്ന് പറയുന്ന സാങ്കേതികവിദ്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മലയാള സിനിമയിലെ താരങ്ങളുടെ ശബ്ദങ്ങളിൽ നിന്നും ചില രാഷ്ട്രീയക്കാരിലേക്കുള്ള രസകരമായ ഒരു മോർഫിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പല താരങ്ങളുടെയും ശബ്ദം ഒന്ന് മാറ്റിമറിച്ചെടുത്താൽ ചില രാഷ്ട്രീയക്കാരിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്ക് ആദ്യം മലയാള സിനിമയിലെ നാടകാചാര്യനായ അനശ്വരനായ ശ്രീ NN പിള്ള സാർ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവ് ഒളിഞ്ഞു കിടപ്പുണ്ട്. നമുക്കാദ്യം പിള്ള സാറിനെ ശബ്ദം ഒന്ന് കേൾക്കാം. മലയാള സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള സൂപ്പർ താരങ്ങൾ വിലസുമ്പോഴും കാര്യരൂപിൻ്റെ കരുത്തുമായി നമ്മളെ ഒരുപാട് വിസ്മയിപ്പിച്ച കരുത്തുള്ളൊരു നടനായിരുന്നു നമ്മളെല്ലാം വിട്ടു പിരിഞ്ഞു പോയ ശ്രീ മുരളിച്ചേട്ടൻ. മുരളിച്ചേട്ടൻ ശബ്ദത്തിൽ മുളിഞ്ഞിടപ്പുണ്ട് കേരള രാഷ്ട്രീയത്തിലെ കരുത്തനായ മറ്റൊരു രാഷ്ട്രീയ നേതാവ്. നമുക്ക് മുരളിച്ചേട്ടൻ ശബ്ദം ഒന്ന് കേൾക്കാം. മിസ്റ്റർ വിശ്വനാഥൻ, ജീവിതത്തിൽ ആദ്യമായി നിന്റെ പറയാറുന്ന കൈകളിലേക്ക് ഒരായുധമെടുത്ത് പിടിപ്പിച്ചു തന്നിട്ട് അതേതോ പ്രാണന്റെ നേരെയും ചൂണ്ടിപ്പിടിക്കാനും ഒടിനാടര പോലും വ്യത്യാസമില്ലാതെ കാഞ്ചി വലിക്കാനും നിന്നെ പഠിപ്പിച്ചത് ഈ ശേഖരന. നിനക്ക് വേണമെങ്കിൽ ശേഖരനെ കൊല്ലാം, ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷേ 1000 തവണ മരണത്തിൽ നിന്നും നീന്തി കരകയറി മനസ്സും ശരീരവും നിന്റെ മുന്നിൽ തോറ്റു കാണണമെങ്കിൽ അതിനൊരു 100 ജന്മം കൂടി ജനിക്കണം. നായായിട്ടും നരിയായിട്ടും പിന്നെ നരനായിട്ടും. മനസ്സിലായോടാ? മലയാള സിനിമയിൽ നമുക്ക് 2 അശോകന്മാരുണ്ട്. ഒന്ന് ഹരിശ്രീകുറിച്ച് അശോകനുമുണ്ട്, പിന്നെ അടൂർ ഗോപാൽ സാർ സിനിമകളിലൊക്കെ ശ്രദ്ധേയമായ വേഷം ചെയ്ത മറ്റൊരു അശോകനുമുണ്ട്. ആ അശോകൻ ശബ്ദത്തിന് മുടിഞ്ഞു കിടപ്പുണ്ട് കേരള രാഷ്ട്രത്തിലെ മറ്റൊരു കരുത്തനായ നേതാവ്. രാധ ഓർക്കുന്നുണ്ടാവും, നമ്മൾ തമ്മിലുള്ള വാർച്ച ഉണ്ടാകും. രാധ ജയിച്ച ഗുരുവായൂരമ്പലത്തെ സ്ഥാനപ്രദർശനവും ഒരു പുഷ്പാഞ്ജലിയും. എന്താ വാക്ക് ഞാൻ പറഞ്ഞു? ഒരു ചുമട്ടോ പറ്റുകളെ ഗവൺമെന്റ് എന്ന് പറയുന്നത്, അതായത് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മുല്ലപ്പെരിയാർ പോയിട്ട് കണക്കിൽ 6 മനുഷ്യരെ കുറിച്ച് സംസാരിക്കാൻ ഇവിടെ ആരും തയ്യാറായിട്ടില്ല. ഗവൺമെന്റ് മാറിയെങ്കിൽ മാത്രമേ ശക്തമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കൂ എന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു. നമ്മൾ TV-യിൽ ഒരുപാട് പരിപാടികൾ കാണാറുണ്ട്, പ്രത്യേകിച്ച് ഫോണിൻ പരിപാടികൾ. ഇത്തിരിയില്ലാത്ത കൊച്ചുകുട്ടികൾ ഇത്തിരിയില്ലാത്ത ഡ്രസ്സുമിട്ട് വായിൽ വള്ളി വർത്തമാനങ്ങൾ പറയുന്ന ഒരുപാട് ഫോൺ പരിപാടികൾ. പലപ്പോഴും ആ കൊച്ചുകുട്ടികളുടെ കൊച്ചു വസ്ത്രധാരണം കാണുമ്പോൾ അത് കൊച്ചു കുഞ്ഞുങ്ങളാണെന്നുള്ള കാര്യം നമ്മൾ പോലും വിസ്മരിച്ചു പോകുമെന്നുള്ളതാണ്. അത്രയ്ക്ക് മോശമാണ് ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ വസ്ത്രധാരണം. മലയാള സിനിമയിൽ ചില താരങ്ങളും ഇതേപോലുള്ള ഫോൺ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. നമ്മുടെ നടൻ ജനാർദ്ദൻ ചേട്ടൻ അവതരിപ്പിക്കുന്ന ഒരു ഫോണിൻ പരിപാടിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഫോൺ പരിപാടി എങ്ങനെയാണെന്ന് നോക്കാം. നമസ്കാരം. ഷക്കീല മസാല യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് കോളുകൾ നമുക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ കോള് ആരുടെയാണെന്ന് നോക്കാം. ഹലോ, ഷക്കീല മസാല യുവർ ചോയ്സ്, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഞാൻ രാധയാണ്. ഓ രാധ. രാധ എവിടുന്നാണ് സംസാരിക്കുന്നത്? ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് സാർ. ആകെ പിഴയാണെന്നോ? അയ്യോ,
ആകെ പിഴയാണെന്നല്ല, ആലപ്പുഴയിൽ നിന്നാണ് സാർ വിളിക്കുന്നത്. ഓ, ആലപ്പുഴയെന്ന് രാധ. രാധേ, രാധയുടെ ശബ്ദം കേൾക്കാൻ നല്ല സ്വീറ്റ് വോയിസ് ആണ് കേട്ടോ. താങ്ക് യു സാർ. എന്താ രാധേ? എന്റെ സാറേ. രാധേ, രാധ എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്നു സാർ. ഓ, സെക്രട്ടേറിയറ്റില്. രാധ കല്യാണം കഴിച്ചതാണോ? ആ, കല്യാണം കഴിച്ച് പോയി സാർ. കല്യാണം കഴിച്ചു പോയോ? എന്നാലും സാരമില്ല. രാധേ, രാധയ്ക്ക് എത്ര കുട്ടികളുണ്ട്? എനിക്ക് 2 കുട്ടികളുണ്ട് സാർ. ഓ, 2 കുട്ടികൾ. എന്താ രാധേ? എന്റെ സാറേ. രാധേ, രാധയുടെ ഹസ്ബൻഡ്, അതായത് ഭർത്താവ് എവിടെ വർക്ക് ചെയ്യുന്നു? എന്താ? രാധയുടെ ഹസ്ബൻഡ്, അതായത് ഭർത്താവ് എവിടെ വർക്ക് ചെയ്യുന്നു? ഭർത്താവോ? ആ, ഭർത്താവ് എവിടെ വർക്ക് ചെയ്യുന്നു? എടോ, ഞാൻ തന്നെയാണോ ഭർത്താവ്? അപ്പൊ രാധ എന്ന് പറഞ്ഞതോ? അതെ, രാധ, രാധാകൃഷ്ണൻ, അതാ എന്റെ മുഴുവൻ പേര്. എന്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നുള്ളതേ ഉള്ളൂ. ഞാൻ പെണ്ണൊന്നും അല്ലേ കേട്ടോ, ഞാൻ ഒത്ത ആണാ. എടാ രാധാകൃഷ്ണ, തെണ്ടി, നിനക്ക് ഏത് പാട്ടാടാ ഉണ്ടാക്കേണ്ടത്? ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് സാർ. ഓ, പാട്ട് വെച്ച് തിരികല്ല, നിന്നെയൊക്കെ ഏതെങ്കിലും മുറിയിൽ പൂട്ടിയിടുക വേണ്ടത്. വെച്ചിട്ട് പോടാ തൊട്ടി. ആഹാ. ഇതേപോലുള്ള ഫോൺ പരിപാടികൾ നമ്മൾ കാണാറുണ്ട്. ഇത്തരത്തിലുള്ള ഫോൺ പരിപാടികൾ കാണുമ്പോഴാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത് ഫാഷൻ ഷോയുടെ ഒരു അവസ്ഥ. ഫാഷൻ ഷോ നിങ്ങളൊക്കെ കാണുന്നതാണ്. ഭർത്താക്കന്മാർ, പ്രത്യേകിച്ച് ഭാര്യമാർ കാണാതെ ഒളിച്ചിരുന്ന് കാണുന്നൊരു സംഭവമാണ് ഫാഷൻ ഷോ. പെൺകുട്ടികൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, സ്ത്രീകൾക്ക്. പക്ഷേ ഭർത്താക്കന്മാർ വഴിതെറ്റി പോകുമെന്ന് പേടിച്ചിട്ട് അവരുടെ മുമ്പിൽ അവർ കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഒളിഞ്ഞിരുന്നാൽ കാണും. പക്ഷേ കുട്ടികളെ മാത്രം നമുക്കിത് ഒഴിവാക്കാൻ പറ്റില്ല. കാര്യം കുഞ്ഞുങ്ങൾ അവർ എന്തൊക്കെ പറഞ്ഞാലും അവരെ നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ല. കാര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ഫാഷൻ ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് വന്ന് അടുത്തിരുന്നു. മൂപ്പർക്ക് ഇത് കാണുകയും വേണം, കുഞ്ഞിനെ ഒഴിവാക്കുകയും ചെയ്യണം. ഉടനെ മൂപ്പർ പറഞ്ഞു, ഡാ എന്നിട്ട് പോടാ. ഉടനെ കുഞ്ഞു, അച്ഛാ ഇതെന്നാ അച്ഛാ ഇവരൊക്കെ ഇത്തിരി ഇല്ലാത്ത ഡ്രസ് ഇട്ടോണ്ട് വരുന്നേ? മോനെ, സാമ്പത്തിക മാന്ദ്യം. സാമ്പത്തിക മാന്ദ്യോ? എടാ, അതെ, ഇവരൊക്കെ അമേരിക്കക്കാരല്ലേ, ഭയങ്കര പൈസക്കാരായിരുന്നു. അപ്പോൾ പൈസ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടന്നതാണ്. ഇപ്പോൾ പൈസ കുറഞ്ഞപ്പോൾ അവർക്ക് ഡ്രസ്സ് ഇടാൻ പൈസ ഇല്ല, പാവങ്ങളായിപ്പോയി. അതാ മുമ്പൊക്കെ. കുറച്ചു നേരം കൂടി ഇരിക്കാം, ഇതിലും പാവപ്പെട്ടവർ ഇനിയും വന്നാലോ? ഇതാണ് കുഞ്ഞുങ്ങളുടെ അവസ്ഥ. അപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഫാഷൻ ഷോ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ആണുങ്ങൾക്കും ഉണ്ട് ഫാഷൻ ഷോ. ആണുങ്ങളുടെ വരവും ഇപ്പം പോക്കൊക്കെ കണ്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു രക്ഷയില്ല. അതെന്തോ നമ്മൾ ദേഷ്യമുള്ള പോലെയാണ്. 6 പാക്ക് എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ അടിച്ചങ്ങോട്ട് കയറ്റിയിട്ട് മസിലൊക്കെ പെരുപ്പിച്ച് നമ്മൾ വന്ന് നോക്കിയും നിൽക്കുകയൊക്കെ ചെയ്യും. ആണുങ്ങളുടെ ഫാഷൻ ഷോയിൽ അവരുടെ സ്റ്റൈലുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം അവരെന്താണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നോക്കിയിട്ട് പോകും. പക്ഷേ ഈ നോട്ടത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഈ നിൽക്കാനും നോക്കാനൊക്കെ പഠിപ്പിക്കുന്നത് റിയൽ എസ്റ്റേറ്റുകാരാണ് ശരിക്കും. അവരൊരു സ്ഥലം വന്ന് കാണും, എന്നിട്ട് അവിടെ എന്തെല്ലാം ഉണ്ടെന്ന് ആദ്യം നോക്കി വെക്കും. കുറേ മരങ്ങളും ഒക്കെ കുറേ നോക്കി വെക്കും. നമുക്കിനി നോക്കാം ഇവരെന്തൊക്കെയാണ് നോക്കി വെക്കുന്നുള്ളത്. രണ്ട് തെങ്ങ്, 2 പ്ലാവ്, 2 ആഞ്ഞിലി, 2 കോഴി, 3 പട്ടി. കൊള്ളാം, ഈ സ്ഥലം ഓർഡർ ചെയ്ത. ഇതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഇനി പെണ്ണുങ്ങളാണെങ്കിലോ അവരുടെയാണ് കാണേണ്ടത്. അവരുടെ ക്യാറ്റ് വാക്ക് എന്ന് പറയും ആ സ്റ്റൈലിന്. നമുക്കിനി പെണ്ണുങ്ങളുടെ ഫാഷൻ ഷോ ഒന്ന് കാണാം. ഇനി ഇവരൊക്കെ മനസ്സിൽ എന്തൊക്കെയോ കാണുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് കാണുന്നവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ ഇതാണ് അവർ മനസ്സുദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ഫാസ്റ്റ് ഷോ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് കാണാം.
ഇതെങ്ങനെയുണ്ട്? ഇതോ? ഇതാണോ ഇഷ്ടപ്പെട്ടെ? ഇല്ലെങ്കിൽ ഇതെങ്കിലും കാണോ പ്ലീസ്? ഇനിയെങ്കിലും കാണാൻ മനസ്സിലായിക്കോളൂ, എന്തെങ്കിലുമൊക്കെ അവർ കാണുന്നുണ്ട്. സിനിമ നമുക്ക് കാണാൻ ഇഷ്ടമാണ്. അത് മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഹിന്ദി സിനിമയിലും തെലുങ്ക് സിനിമയിലും കന്നഡ സിനിമയിലൊക്കെ സിനിമയുടെ ഒത്തിരി ഇഷ്ടമുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ഇംഗ്ലീഷ് സിനിമകൾ പല ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യുമ്പോഴാണ് അതിനൊരു ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് സിനിമകൾ നമ്മുടെ തമിഴിലേക്കൊക്കെ മൊഴിമാറ്റം ചെയ്യാറുണ്ട്. മിക്കപ്പോഴും നമ്മുടെ തമിഴ് ചാനലാണ് അത് കാണാറുള്ളത്. സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന സിനിമ നമുക്ക് തമിഴിലേക്ക് ഒന്ന് മൊഴിമാറ്റം ചെയ്ത് കാണാം. சின்ன திரைகளில் வர்ண கோலங்கள் படைக்கும் உங்கள் ராஸ் டிவியில் இன்று இரவு 8:30 ஹாலிவுட் சூப்பர் ஹிட் திரைப்படம் ஜுராசிக் பூங்காவனம் காணத் தவறாதீங்கள். Steven Spielberg, Jurassic Park. முனியாண்டி, இந்த இரவுக்கு நீ எங்க போனடா? இல்லடா, நானும் என் அப்பாவும் ஃப்ரெண்ட்ஸ் எல்லாம் சேர்ந்து காடு சுற்றி பார்க்க போறடா. நீ வரலையா? இல்லடா, நான் நிறைய பிஸிடா, ஒரே வேலை இருக்கப்பா. ஓகேடா, அப்ப சாயங்காலம் காணாம பாய். ஓகேடா. அப்பா, என்ன குளிரு, என்ன குளிரு. அடியாதா தெரியலம்மா, ஏதோ பள்ளி மாறி இருக்கா. அப்படியா? நான் பயந்துட்டாடா. நாடி வாதில முட்டறதா தெரியலம்மா. வாதில தரப்பா. சரிம்மா. அம்மா காப்பாத்துங்க, பெரிய ஓந்து வந்துட்டாங்க. அம்மா காப்பாத்துங்க, பெரிய ஓந்து வந்துட்டாங்க. Steven Spielberg, Jurassic Park. Thank you.